ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ് ഈഡൻ ടി വി ഒരുക്കുന്ന സീനിയർ ശാബത്ത് സ്കൂൾ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഒരു പുതിയ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസക്കാലം പൗലോസ് അപ്പോസ്തലൻ എഴുതിയതായ 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ എന്ന ലേഖനങ്ങൾ ആണ് നാം പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പാഠം നാം പഠിച്ചു കഴിഞ്ഞു. നാം ഇന്ന് രണ്ടാമത്തെ പാഠം ചർച്ച ചെയ്യുകയാണ്. പാഠത്തിന്റെ ഹെഡിങ് ക്രൂശിന്റെ ദൂത്. ക്രൂശിന്റെ ദൂത്. മനപ്പാഠവാക്യം 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രൂശിന്റെ വചനം, ക്രൂശിന്റെ ദൂത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും മറിച്ച് രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ഇവിടെ ആരംഭത്തില് ക്രൂശിനെ കുറിച്ചുള്ള ഒരു വിവരണം ഇവിടെ പറയുന്നുണ്ട്. ക്രൂശ് റോമക്കാരെ സംബന്ധിച്ച് വളരെ അവജ്ഞയോടെയാണ് അവർ കണ്ടിരുന്നത്. വളരെ പുച്ഛത്തോടെ കണ്ടതായ ഒരു വിഷയമാണ് ക്രൂശ്. അന്നത്തെ ക്രൂശ് മരണം വളരെ പുച്ഛമായിട്ടാണ് അവർ കണ്ടത്. നേരെ മറിച്ച് യഹൂദന്മാരെ സംബന്ധിച്ച് ക്രൂശ് എന്ന് പറയുന്നത് ഒരു ശാപമാണ്. കാരണം ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം പറയുന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ആയതിനാൽ ക്രൂശിൽ തൂങ്ങുന്നതെല്ലാം ശാപമാണ് എന്ന് യഹൂദന്മാര് വിശ്വസിക്കുന്നു. മറിച്ച് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ക്രൂശ് എന്ന് പറയുന്നത് സുവിശേഷമാണ്. ഇവിടെ പൗലോസ് പറയുന്നു, ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു, സുവിശേഷമാകുന്നു. ആയതിനാൽ റോമക്കാരെ സംബന്ധിച്ച് ക്രൂശ് അവർ അവജ്ഞയോടെ അതിനെ കാണുമ്പോൾ, യഹൂദന്മാർ ക്രൂശിനെ ഒരു ശാപമായി എണ്ണുമ്പോൾ, ക്രിസ്ത്യാനികൾക്ക് ക്രൂശ് സുവിശേഷത്തിന്റെ ദൂതാണ്. ഇന്ന് നാം ക്രൂശിന്റെ ആ ദൂതിനെ കുറിച്ച്, ആ സുവിശേഷത്തെ കുറിച്ച് പഠിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ക്രൂശിനെ കുറിച്ച് മനപ്പാഠവാക്യത്തിൽ നമ്മോട് പറയുന്നത്, നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. അതുകൊണ്ട് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ക്രൂശ് എന്ന് പറയുന്നത് ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള അനുരഞ്ജനത്തിന്റെ ഉപകരണമാണ് ക്രൂശ്. ക്രൂശ് എന്ന് പറയുന്നത് ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള നമ്മെ നിരപ്പിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന അനുരഞ്ജനത്തിന്റെ ഒരു ഉപകരണമാണ് ക്രൂശ്. 2, ക്രൂശ് എന്ന് പറയുന്നത് താഴ്മയുടെ ഒരു പരമോന്നത പ്രതീകമാണ് ക്രൂശ്. 3, ക്രൂശ് എന്ന് പറയുന്നത് നമ്മുടെ വലിയ കടം വീട്ടിയ ഇടമാണ് ക്രൂശ്. അല്ലെ, സ്വർഗത്തെയും ഭൂമിയെയും നിരപ്പിക്കുവാൻ ക്രിസ്തു താഴ്ന്നിറങ്ങി വരികയും നമുക്ക് ബലിയായി തീരുകയും ചെയ്ത ആ കടം വീട്ടിയ ഇടമാണ് ക്രൂശ്. അതുകൊണ്ട് പൗലോസിനെ സംബന്ധിച്ച് ക്രൂശ് എന്ന് പറയുന്നത് മനുഷ്യനും ദൈവത്തിനും ഇടയിലുള്ള അനുരഞ്ജനത്തിന്റെ ഉപകരണമാണ്. 2, അത് താഴ്മയുടെ പരമോന്നത പ്രതീകമാണ്. 3, നമ്മുടെ ഏറ്റവും വലിയ കടം വീട്ടിയ ഇടമാണ് ക്രൂശ്. അതുകൊണ്ട് കൊരിന്ത്യയില് തന്റെ ദൂതുമായി കടന്നു വരുമ്പോ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കുകയുണ്ടായി, 1.5 വർഷമാണ് കൊരിന്ത് എന്ന് പറയുന്ന വലിയ മഹാപട്ടണത്തില് തന്റെ ദൂത് അറിയിച്ചത്. വളരെയധികം ആശങ്കകള് ഈ പട്ടണത്തിൽ ദൂതുമായി വന്നപ്പോൾ പൗലോസിനുണ്ടായിരുന്നു. കാരണം വിദ്യാസമ്പന്നരായ ജനമാണ് കൊരിന്തിലെ പട്ടണത്തില് ജീവിക്കുന്ന. നാനാ ജാതികളിലുള്ളതായ അതിസമ്പന്നന്മാരും അതിജ്ഞാനികളുമാണ് കൊരിന്തിലെ നിവാസികള്. അതുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഈ ദൂതുമായി വന്നപ്പോൾ പൗലോസിന് പലതരം ആകുലതകൾ ഉണ്ടായിരുന്നു. എങ്കിലും ദൈവം നൽകിയ ദർശനത്തിന്റെ ബലത്തില് പൗലോസ് ദൂതുമായി അവിടേക്ക് വന്നു. ഇവിടെ പൗലോസ് ആ സ്ഥാപിച്ച സഭയില് അനേക പ്രശ്നങ്ങള് പൗലോസ് നേരിടുകയുണ്ടായി. സഭയിലെ ഭിന്നതകള് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കുകയുണ്ടായി. ഈ വിഷയത്തിലെല്ലാം പൗലോസ് മുന്നമേ കാണുന്നത്, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ക്രൂശ് ദൈവശക്തിയാകുന്നു. അതുകൊണ്ട് പൗലോസ് അടിവരയിട്ട് പറയുന്നത്, ഏത് വിഷയങ്ങൾക്കും പരിഹാരം ക്രൂശാണ്. ഏത് വിഷയങ്ങൾക്കും പരിഹാരം ക്രൂശാണ്. സഭയിലെ പ്രശ്നമാകട്ടെ, സമൂഹത്തിലെ പ്രശ്നമാകട്ടെ, കുടുംബത്തിലെ പ്രശ്നമാകട്ടെ, ഏത് വിഷയത്തിനും പരിഹാരം ക്രൂശാണ്. കാരണം ക്രൂശ് മനുഷ്യനും ഇടയിലുമുള്ളതായ, അല്ലെ, ദൈവമായിട്ടുള്ള മനുഷ്യനും ദൈവത്തിന്റെ ഇടയിലുള്ള അനുരഞ്ജനത്തിന്റെ നിരപ്പിന്റെ ഉപകരണമാണ് ക്രൂശ്.
2, അത് താഴ്മയുടെ പ്രതീകമാണ് ക്രൂശ്. 3, ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടം വീട്ടിയ ഇടമാണ് ക്രൂശ്. അതുകൊണ്ട് എല്ലാ ഭിന്നതകളെയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ ക്രൂശിന് കഴിയും എന്ന് പറയും. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്നത് നമുക്ക് ക്രൂശ് ദൈവശക്തിയാകുന്നു എന്നിവിടെ പറയുന്നു. ഈ മനോഹരമായ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് ക്രൂശിന്റെ സുവിശേഷം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് ക്രൂശിന്റെ സുവിശേഷം. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ക്രൂശ് സുവിശേഷമാണ്. ക്രൂശിന്റെ വചനം ദൈവശക്തിയാണെന്ന് പൗലോസ് അടിവരയിട്ട് പറയുന്നു, അല്ലെ? രക്ഷിക്കപ്പെടുന്നു നമുക്കോ ക്രൂശിന്റെ വചനം ദൈവശക്തിയാകുന്നു. ഇവിടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കണ്ടായി 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു. 1 കൊരിന്ത്യർ 2:2 പറയുന്നു, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. അല്ലെ? പൗലോസിന്റെ സാക്ഷ്യം അതായിരുന്നു. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞായറാഴ്ചത്തെ പാഠത്തില് പൗലോസ് ഉന്നയിക്കുന്ന പ്രധാന ആശയങ്ങളെ കുറിച്ച് ഇവിടെ പറയുകയാണ്. ക്രൂശിനെ കുറിച്ച് പൗലോസ് ഉന്നയിക്കുന്ന പ്രധാന ആശയങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ പാഠത്തില് സഭയില് ഉണ്ടായതായ ഭിന്നതകളെ കുറിച്ച് പഠിക്കുണ്ടായി. ക്ലോവയുടെ കുടുംബം പൗലോസിന് കത്തെഴുതി. സഭയിൽ ഭിന്നതയുണ്ട്, പിണക്കങ്ങളുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സഭയിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് പൗലോസിന് ഇവിടെ ഇടപെടണം എന്നിവിടെ പൗലോസിനോട് പറയുന്നുണ്ട്. ഇവിടെ ആ തുടക്കത്തെ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ പൗലോസ് അവിടെ പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ പല ഗ്രൂപ്പുകൾ നിങ്ങളുടെ ഇടയിലുള്ളതായിട്ട് ഞാൻ അറിയുന്നു. നിങ്ങൾ പൗലോസിന്റെ പക്ഷക്കാരെന്ന് പറയുന്നു, അപ്പലോസിന്റെ പക്ഷക്കാരെന്ന് പറയുന്നു, ചിലർ പറയുന്നു കേഫാവിന്റെ അല്ലെങ്കിൽ പത്രോസിന്റെ പക്ഷക്കാരെന്ന് പറയുന്നു, ചിലർ പറയുന്നു ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ. അതുകൊണ്ട് പൗലോസ് ചോദിക്കുകയാണ്, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ, അതോ നിങ്ങൾ പൗലോസിന്റെ നാമത്തിൽ സ്നാനമേറ്റുവോ? അല്ലെ? അവിടെ കുറെ കാര്യങ്ങൾ പൗലോസ് തന്റെ വേദനയോടുകൂടി അവിടെ ചോദിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ക്രൂശ് നിങ്ങൾ വ്യർത്ഥമാക്കരുത് എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ ഭോഷത്വത്താൽ പല കാര്യങ്ങള് സഭയിൽ സംഭവിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു. അതുകൊണ്ട് ഏതിനും പ്രശ്നത്തിന്റെയും പരിഹാരം ക്രൂശ് എന്നിവിടെ അടിവരയിട്ട് പറയുന്നു. കാരണം ക്രൂശ് ദൈവശക്തി വെളിവാക്കുന്നു. രക്ഷിക്കപ്പെടുന്ന നമുക്കോ ക്രൂശ് ദൈവശക്തി വെളിവാക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ക്രൂശിനെ ശൂന്യമാക്കുവാൻ പാടില്ല. ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശക്തിയെ നമുക്ക് ആർക്കും ശൂന്യമാക്കുവാൻ പാടില്ല. നമ്മുടെ എല്ലാ വിഷയത്തിന്റെയും പ്രസംഗ വിഷയത്തിന്റെ എല്ലാ വിഷയത്തിന്റെയും കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ക്രൂശ് ആയിരിക്കണം എന്നിവിടെ പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പൗലോസിന്റെ എല്ലാ പ്രസംഗത്തിലെയും കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് ക്രൂശായിരുന്നു. ഇവിടെ പൗലോസ് തന്നെ അടിവരയിട്ട് പറയുകയാണ്, സ്നാനപ്പെടുത്തുവാനല്ല ഞാൻ ഇവിടെ വന്നത്, ക്രൂശിന്റെ സുവിശേഷം പ്രസംഗിക്കുവാനാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത് എന്നിവിടെ പറയുന്നു. അല്ലെ? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. പൗലോസ് പറയുന്നു, ഞാനും ഒരു അപ്പോസ്തലനാണ്, ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ്, ദൈവഹിതത്താൽ എന്നെ വിളിച്ചതാണ്. അതുകൊണ്ട് ഞാനും ക്രൂശിന്റെ ദൂതിനെ അറിയിക്കുന്ന ഒരു അപ്പോസ്തലനാണ്. അതുകൊണ്ട് പൗലോസ് ഇവിടെ പറയുന്നത് സ്നാനം ഒരു പ്രശ്നമല്ല, സ്നാനത്തെക്കാൾ ഉപരിയായി നാം ക്രൂശിന്റെ വചനത്തെ ജനത്തോട് അറിയിക്കണം. അല്ലെ? അവിടെ പൗലോസ് തന്നെ പറയുകയാണ്, അല്ലെ 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം പറയുന്നത്, 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം പറയുന്നത്, സ്നാനം കഴിപ്പിപ്പാനല്ല സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തുവിനെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാനും. അല്ലെ? ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാനും. അല്ലെ? ഇവിടെ പൗലോസ് പറയുന്നു, വാക്ചാതുര്യത്തോടെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. അല്ലെ? വാചാലമായി അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. വാചാലമായി പ്രസംഗിക്കുന്നത് മോശമാണെന്നല്ല, മറിച്ച് വാചാലമായി പ്രസംഗിക്കുമ്പോൾ കൂടുതലും മാനുഷിക ജ്ഞാനമാണ് നാം വെളിവാക്കുന്നത്. വാക്കുകൾ ശ്രദ്ധിക്കുക. വാചാലമായി നാം ഒരു പ്രസംഗം നടത്തുമ്പോൾ നമ്മുടെ മാനുഷിക ജ്ഞാനമാണ് അവിടെ പ്രദർശിപ്പിക്കുന്നത്. അവിടെ ക്രൂശിന്റെ ദൂതിനെ എന്ത് ചെയ്യുന്നു? മറയ്ക്കപ്പെടുന്നു. വാചാലമായി നാം കൂടുതൽ പ്രസംഗിക്കുമ്പോൾ മാനുഷിക ജ്ഞാനം അവിടെ വെളിവാകും. അവിടെ ഏത് മറയ്ക്കപ്പെടുന്നു? ക്രൂശിന്റെ ദൂതിനെ മറയ്ക്കപ്പെടുന്നു. അതുകൊണ്ട് പൗലോസിന് ഒരു വലിയ സത്യം മനസ്സിലായി.
ഞാൻ അതേന പട്ടണത്തിൽ പോയപ്പോൾ അവിടെ ഉണ്ടാകുന്ന വിഗ്രഹങ്ങളെ കണ്ടപ്പോൾ എന്റെ ഹൃദയം ചൂടുപിടിച്ചു. അല്ലെ, ഞാൻ ആ എപ്പിക്കൂരിയോടും അസ്തോക്യരോടൊക്കെ ഞാൻ എന്ത് ചെയ്തു? തർക്കിച്ചു. ആരോഗ്യ കുന്നിന്മേൽ ഞാൻ പലരോടും തർക്കിച്ചു. പക്ഷെ ഈ തർക്കങ്ങളെല്ലാം വൃഥാവാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെ, ഈ തർക്കങ്ങളെല്ലാം വെറുതെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വാക്ചാതുര്യത്തോടെ എനിക്ക് സംസാരിക്കാൻ അറിയാം, പക്ഷെ അതൊന്നും പ്രയോജനമില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ചല്ലാതെ എനിക്കൊന്നും പറയുവാൻ ഇല്ല. അതുകൊണ്ട് കൊരിന്ത് പട്ടണത്തിൽ വന്നപ്പോൾ എല്ലാ ചർച്ചകളും ഒഴിവാക്കിയിട്ട്, അല്ലെ, കാരണം കൊരിന്തിലെ പട്ടണത്തിലെ ജനങ്ങൾ അതിസമ്പന്നരും അതിജ്ഞാനികളുമായിരുന്നു. അവരോട് സംസാരിക്കണമെങ്കിൽ വാക്ചാതുര്യം ആവശ്യമാണ്. പക്ഷെ പൗലോസ് പറയുന്നു, എനിക്ക് വാക്ചാതുര്യത്തോടെ പറയേണ്ട കാര്യമില്ല. വാക്ചാതുര്യത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂശ് വ്യർത്ഥമായി പോകും, ക്രൂശിന്റെ അർത്ഥം വ്യർത്ഥമായി പോകും. അതുകൊണ്ട് എനിക്ക് വാക്ചാതുര്യത്തോടെ നിങ്ങളോടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. മറിച്ച് ക്രൂശിനെ ഉയർത്തി കാണിക്കുക, ക്രൂശിനെ ഉയർത്തി കാണിക്കുക. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ക്രൂശിനെ ഉയർത്തി കാണിക്കുക. താഴ്മയുടെ പരമോന്നത പ്രതീകമായ ക്രൂശിനെ ഉയർത്തി കാണിക്കുക. അല്ലെ, ക്രൂശാണ് നമ്മുടെ ഏറ്റവും വലിയ കടം വീട്ടിയ ഇടം. അതുകൊണ്ട് ക്രൂശിനെ കുറിച്ചല്ലാതെ എനിക്കൊന്നും സംസാരിക്കുവാനില്ല എന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നു. 1 കൊരിന്ത്യർ 17-ാം അധ്യായം 31 വരെയുള്ള വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 1-ാം അധ്യായം 17 മുതൽ 31 വരെയുള്ള വേദവാക്യങ്ങളെല്ലാം ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. അല്ലെ, അതുകൊണ്ട് ക്രൂശിന്റെ സുവിശേഷം ഒരിക്കലും ആരും ശൂന്യമാക്കുവാൻ പാടില്ല, അതിനെ ആരും മറയ്ക്കുവാൻ പാടില്ല. വാക്ചാതുര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ സംസാരിച്ചിട്ട് ക്രൂശിന്റെ വചനത്തെ വ്യർത്ഥമാക്കുവാൻ പാടില്ല. പൗലോസ് പറയുന്നു, എനിക്ക് ക്രൂശിന്റെ വചനമല്ലാതെ ഒന്നും സംസാരിക്കുവാൻ ഇല്ല എന്ന് വ്യക്തമായി ഇവിടെ ഞായറാഴ്ചത്തെ പാഠത്തില് പൗലോസ് പ്രതിപാദിക്കുന്നു. തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് വരാം. തിങ്കളാഴ്ചത്തെ പാഠത്തിന്റെ ഹെഡിങ് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. നമ്മൾ മനപ്പാഠവാക്യത്തിൽ പഠിക്കുണ്ടായി, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് എന്താണ്? ഭോഷത്വമാണ്. രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി ആകുന്നു. അല്ലെ, അതുകൊണ്ട് തിങ്കളാഴ്ചത്തെ പാഠം പറയുന്നത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. ഭോഷത്വം എന്ന ഗ്രീക്ക് പദം മോറിയ എന്ന വാക്കിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. ഇവിടെ പുതിയ നിയമത്തില് 5 പ്രാവശ്യമാണ് ഈ ഭോഷത്വം എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെ, ഇവിടെ പൗലോസ് പറയുന്നത് ഈ ഭോഷത്വം എന്ന് പറയുന്നത് ബുദ്ധിപരമായ ഭോഷത്വമല്ല. ആരും അങ്ങനെ ചിന്തിക്കുക. നമ്മൾ പൊതുവെ ഭോഷത്വം എന്ന് കേൾക്കുമ്പോൾ അയാളൊരു വിഡ്ഢി, അല്ലെ, ഒന്നും അറിയില്ല, അങ്ങനെ ഒരു ചിന്തയാണ് നമുക്ക് പലപ്പോഴും. ആ ബുദ്ധിയാണ് നമ്മൾ അളക്കുന്നത്. മറിച്ച് പൗലോസ് അതല്ല ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ബുദ്ധിപരമായ അളവല്ല ഭോഷത്വം. മറിച്ച് പൗലോസ് ഉദ്ദേശിക്കുന്ന ഭോഷത്വം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള അധാർമികമായ പെരുമാറ്റം, ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ, വിവേചനക്കുറവ്, ദൈവത്തിനെതിരെയുള്ള മത്സരം, ഇതിനെയൊക്കെയാണ് പൗലോസ് ഭോഷത്വം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഭോഷത്വം ഒരിക്കലും ബുദ്ധിപരമായ ഒരു അളവുകോലല്ല, മറിച്ച് ദൈവത്തിനെതിരെയുള്ള മത്സരത്തെ ഭോഷത്വമെന്ന് പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കൊരിന്ത് പട്ടണത്തിലാണ് തന്റെ ദൂതുമായി വരുന്നത്. പട്ടണത്തിന്റെ പ്രത്യേകത അറിയാം. അറിയപ്പെടുന്ന 2 തുറമുഖങ്ങളുടെ ഒരു കവാടമാണ് കൊരിന്ത്. ബഹുജ്ഞാനികളാണ്, മത സ്വരതയുള്ള നാടാണ്. അനേക ആൾക്കാർ വന്നും പോയി നിൽക്കുന്ന ഒരു വലിയ പ്രദേശമാണ്, ജ്ഞാനികളുടെ നാടാണ് കൊരിന്ത് പട്ടണം. അവിടെ ഒരു പട്ടണത്തിൽ വന്നിട്ട് ക്രൂശിന്റെ വചനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ജനങ്ങൾ പ്രതികരിക്കുന്നതെന്ന് സ്വയം ചിന്തിച്ചാൽ മതി. കാരണം നമ്മൾ നേരത്തെ ആമുഖത്തിൽ പറയുണ്ടായി, റോമക്കാരെ സംബന്ധിച്ച് ക്രൂശ് എന്ന് പറയുന്ന ചിഹ്നം തന്നെ അവജ്ഞയാണ്. യഹൂദന്മാരെ സംബന്ധിച്ച് ക്രൂശ് എന്ന് പറയുന്നത് ഒരു ശാപമാണ്. മറിച്ച് ക്രിസ്ത്യാനികൾക്ക് ക്രൂശ് ഒരു സുവിശേഷത്തിന്റെ ദൂതാണ്. ഇവിടെ കൊരിന്ത് പട്ടണത്തില് ക്രൂശിന്റെ വചനവുമായി കടന്നു വന്നപ്പോൾ അത് ഉൾക്കൊള്ളുവാൻ ആ ജനത്തിന് കഴിഞ്ഞില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർ അതിജ്ഞാനികളാണ്, അല്ലെ. അതുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയില്ല. ക്രൂശ് എന്ന് അവരുടെ ചിന്തകളില് അത് ശാപമായിട്ടും അവജ്ഞയായിട്ടും പുച്ഛമായിട്ടുമാണ് അവർ അതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഈ തത്വചിന്ത, ഒരു പുതിയ നവീന ഉപദേശം, അല്ലെങ്കിൽ ഈ തത്വചിന്ത, ക്രൂശിന്റെ വചനമെന്ന പുതിയ തത്വചിന്ത ആ ജനത്തിന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. കാരണം അവർ ബുദ്ധിമാന്മാരും വിദ്യാസമ്പന്നരുമാണ്. അതുകൊണ്ട് ആ കൊരിന്തിലെ ഒരു പൗരന് പോലും
അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. അത് തന്നെയാണ് പുറജാതികക്കാരുടെയും ചിന്ത. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയുണ്ടായി, യഹൂദന്മാർക്ക് ക്രൂശിന്റെ വചനം ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെന്ന് 1 കൊരിന്ത്യർ 1-24 പറയുന്നു. യഹൂദന്മാരെ സംബന്ധിച്ച് ക്രൂശ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇടർച്ചയാണ്, അതൊരു ശാപമാണ്. മറിച്ച് പുറജാതിക്കാരായ ഗ്രീക്കിലെ തത്വചിന്തകന്മാർക്ക് അതൊരു ഭോഷത്വമാണ്. പക്ഷേ ദൈവമക്കൾക്ക് അത് ദൈവശക്തിയാണ്. അതുകൊണ്ട് ഒരിക്കലും യഹൂദന്മാര് ചിന്തിച്ചില്ല ഞങ്ങളുടെ മശിഹ റോമക്കാരുടെ കീഴിൽ ക്രൂശിക്കപ്പെടുമെന്ന്. ഒരിക്കലും യഹൂദന്മാർ ചിന്തിച്ചില്ല. യഹൂദന്മാർ ചിന്തിച്ചത് ഞങ്ങൾക്ക് വരുവാനിരിക്കുന്ന മശിഹ റോമിന്റെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുമെന്നാണ് യഹൂദന്മാർ ചിന്തിച്ചത്. ഒരിക്കലും ഞങ്ങളുടെ മശിഹ റോമക്കാരുടെ കീഴിൽ ക്രൂശിക്കപ്പെടുമെന്ന് അവർ കരുതിയില്ല. അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ട മശിഹയെ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ഇതാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ഹെഡിങ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, റോമക്കാരെ അട്ടിമറിക്കുമെന്ന് ചിന്തിച്ചതായ അവരുടെ മശിഹ അവരാൽ ക്രൂശിക്കപ്പെട്ടു. ഒരിക്കലും അവരാൽ ക്രൂശിക്കപ്പെടേണ്ടവനല്ല. സൈനിക ശക്തിയിലൂടെ ആധിപത്യം പിടിച്ചടക്കുമെന്നാണ് യഹൂദന്മാർ ചിന്തിച്ചത്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? റോമക്കാരിലൂടെ യേശുവിനെ ക്രൂശിച്ചതായിട്ട് ഇവിടെ പറയുന്നു. അതുകൊണ്ട് നമുക്കുള്ള ദൂത് എന്ന് പറയുന്നത്, ക്രൂശിന്റെ വചനം സംസാരിച്ചപ്പോൾ കൊരിന്തിലെ പട്ടണം അതിനെ അവജ്ഞയോടെ തള്ളി. ആ പുതിയ ഉപദേശം അവരത് കൈക്കൊണ്ടില്ല, അല്ലെ? അതിനെ മതഭ്രാന്തെന്നും പല തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ചു. പുച്ഛത്തോടെയാണ് ക്രൂശിന്റെ വചനത്തെ കണ്ടത്. പക്ഷേ കേൾക്കുവാൻ മനസ്സുള്ളതായ ഒരു കൂട്ടം ആൾക്കാർ കൊരിന്ത് പട്ടണത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ പാഠത്തിൽ പഠിച്ചത്, ഭയപ്പെടേണ്ട, നീ മിണ്ടാതിരിക്കരുത്, നീ വചനം എന്ത് ചെയ്യണം? ശക്തിയോടെ സംസാരിക്കണം. നിന്റെ ദേഹത്ത് ഒരു വ്യക്തി പോലും തൊടുകയില്ല, അല്ലെ? ആ ദർശനത്തിലെ പൗലോസിന് ബലം നൽകി. ഈ പട്ടണത്തിൽ അനേകം ജനമുണ്ട്, അല്ലെ? ഫ്ലോവസിന്റെ കുടുംബം പോലെ, അനേകം ക്രിസ്പോസിന്റെ കുടുംബം പോലെ അനേക VIP ഈ പട്ടണത്തിൽ മാനസാന്തരപ്പെടുവാൻ ഉണ്ട്. അതുകൊണ്ട് പൗലോസിനെ അവിടെ ഒരു ഉപകരണമായി, ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ക്രൂശ് എന്ന ഉപകരണമായി പൗലോസിനെ ഇവിടെ ഉപയോഗിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു. അതുകൊണ്ട് നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വമാണ്, അല്ലെ? തിങ്കളാഴ്ചത്തെ പാഠം അതാണ് പറയുന്നത്. നശിച്ചു പോകുന്നവർക്ക് ക്രൂശിന്റെ വചനം ശാപവും അവജ്ഞയും ഭോഷത്വവുമാണ്. മറിച്ച് രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ്, രക്ഷിക്കപ്പെടുന്നവർക്ക് ശക്തി. രക്ഷിക്കപ്പെടുന്നവർക്ക് ശക്തി. ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തി ആകുന്നു. അതുകൊണ്ട് ഇവിടെ ലേഖകൻ ചോദിക്കുന്നത്, ക്രൂശിന്റെ ദൂതിനെ അല്ലെങ്കിൽ ക്രൂശിന്റെ സുവിശേഷത്തെ നിങ്ങൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? ക്രൂശിന്റെ സുവിശേഷത്തെ നിങ്ങൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? റോമക്കാരെ പോലെ, യഹൂദന്മാരെ പോലെ, പുറജാതിക്കാരെ പോലെ അതിനെ ശാപമായിട്ടോ അവജ്ഞയായിട്ടോ പുച്ഛമായിട്ടാണോ നിങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നത്? നാം അത് ഉൾക്കൊള്ളുന്ന രീതിയിലാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്, അല്ലെ? നാം അതിനെ ഭോഷത്വമായിട്ട് എണ്ണിയാൽ നാം നശിച്ചു പോകും. അതിന്റെ രക്ഷയ്ക്കാണെന്ന് എണ്ണുകയാണെങ്കിൽ നമുക്കത് ദൈവശക്തി ആകും, നമുക്ക് പുനരുത്ഥാനത്തിന്റെ ശക്തി ലഭിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത്, ക്രൂശ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെ? ദൈവത്തിനെതിരെ നാം മത്സരിക്കുകയാണെങ്കിൽ അത് ഭോഷത്വമാണ്, അല്ലെ? ദൈവത്തിനെതിരെ മത്സരിക്കുകയാണെങ്കിൽ ക്രൂശിന്റെ വചനം അതൊരു ഭോഷത്വമാണ്. അതുകൊണ്ട് രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവർക്കത് ദൈവശക്തിയാണ്. കൊലോസ്യ ലേഖനം 1-20 ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി എന്ത് നേടി എന്നിവിടെ പറയുന്നു. കൊലോസ്യർ 1:20 ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി എന്താണ് നേടിയത് എന്ന് പറയുന്നു. കൊലോസ്യർ 1:20 പറയുന്നത്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, അല്ലെ? ഒന്നാമത് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം നമുക്ക് എന്തുണ്ടായി? സമാധാനം ഉണ്ടായി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഇപ്പൊ 2 കാര്യങ്ങളാണ് ക്രൂശിലൂടെ നേടുന്നത്. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമുക്ക് സമാധാനമുണ്ടായി. 2, നമ്മെ ഭൂമിയും സ്വർഗത്തെയും തമ്മിൽ എന്ത് ചെയ്തു? പിതാവിനോട് നിരപ്പിച്ചു. വീണ്ടും 1 പത്രോസ് 2:24 പറയുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അല്ലെ? രണ്ടാമത്തെ പ്രത്യേകത, ക്രൂശിലൂടെ നമുക്ക് എന്താണ് നേടിത്തന്നത്? നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമ്മുടെ കർത്താവ് ക്രൂശിന്മേൽ കയറി
അതുകൊണ്ട് അവന്റെ അടിപ്പിണരാൽ ദൈവം നമുക്ക് എന്ത് നൽകിയിരിക്കുന്നു? സൗഖ്യം നൽകിയിരിക്കുന്നു, അല്ലെ? അതുകൊണ്ട് ക്രൂശിന്റെ വചനം വ്യർത്ഥമായി സംസാരിക്കരുത്. വാക്ചാതുര്യത്തോടെ, മാനുഷിക ജ്ഞാനം ഉപയോഗിച്ച് വാക്ചാതുര്യത്തോടെ പ്രസംഗിക്കുമ്പോൾ ക്രൂശിനെ ആരും മറക്കരുത്. ക്രൂശിന്റെ ദൂതാണ് കേന്ദ്രബിന്ദു. ഏത് വ്യക്തിയെയും ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടമായി ക്രൂശാണ് കേന്ദ്രബിന്ദു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ദൈവത്തിനെതിരെ മത്സരിക്കുന്നത് ഭോഷത്വമാണ്. രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്ക്, അതിനെ ഉൾക്കൊള്ളുന്ന ദൈവമക്കൾക്ക് അത് എപ്പോഴും ദൈവശക്തി ആകുന്നു. അതുകൊണ്ട് നശിച്ചു കൊണ്ടിരിക്കുന്നവർക്ക്, സ്വയം നശിപ്പിക്കുന്നവർക്ക് അത് ഭോഷത്വവും, മറിച്ച് അതിനെ ഉൾക്കൊള്ളുന്ന ദൈവമക്കൾക്ക് അത് ദൈവശക്തിയും ആകുന്നു, അല്ലെ? ഇവിടെ യെശയ്യാവിന്റെ പ്രവചനത്തിൽ പറയുന്ന ഒരു വചനം ഇവിടെ പറയുന്നുണ്ട്. അതിലെ 19-ാം വാക്യം, 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം പറയുന്നു, ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും, ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും. ഇത് യെശയ്യാവ് 29-ാം അധ്യായം 14-ാം വാക്യത്തില് ദൈവത്തിന്റെ അരുളപ്പാടാണ്. ദൈവത്തിന്റെ അരുളപ്പാട് എന്താണ്? ജ്ഞാനികളുടെ ജ്ഞാനം നശിപ്പിക്കും, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാൻ എന്ത് ചെയ്യും? ദുർബലമാക്കും. അതുകൊണ്ട് ഇവിടെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, അല്ലെ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ, ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായ കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് എന്ത് തോന്നി? പ്രസാദം തോന്നി. അതുകൊണ്ട് പറയുന്നത്, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം എന്തിനെ തിരഞ്ഞെടുത്തു? ലോകത്തില് ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായത് ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു, അല്ലെ? അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? രക്ഷിക്കപ്പെടുന്നത് ദൈവശക്തിയാകുന്നു. ക്രൂശിന്റെ വചനം നാം അതിനെ ഉൾക്കൊള്ളുമ്പോൾ ദൈവമക്കൾക്ക് അതെന്താകുന്നു? ദൈവശക്തി ആകുന്നു. അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകിച്ച് ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ പറയുന്നു, നമുക്ക് ആർക്കും നമ്മെ തന്നെ രക്ഷിക്കുവാൻ കഴിയില്ല. അടിവരയിട്ട് പറയുന്ന ഒരു വചനമാണ്. നമുക്ക് ആർക്കും നമ്മെ തന്നെ രക്ഷിക്കുവാൻ കഴിയില്ല. മാനുഷിക ജ്ഞാനം കൊണ്ട് നമുക്ക് ആർക്കും മറ്റുള്ളവരെ രക്ഷിക്കുവാൻ കഴിയില്ല. മറിച്ച് നമ്മുടെ രക്ഷയുടെ ഉറവിടം എന്ന് പറയുന്നത് ക്രൂശാണ്, താഴ്മയുടെ അനുഭവമാണ്. ക്രൂശാണ് നമ്മെ രക്ഷിക്കുന്നത്, അല്ലെ? രക്ഷ എന്ന് പറയുന്നത് കൃപയുടെ ഒരു അടയാളമാണ്, അതൊരു ദാനമാണ്. പക്ഷേ അത് ക്രൂശിലൂടെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ദൈവം മനുഷ്യവർഗത്തിന് നൽകിയതായ രക്ഷ ക്രൂശിനെ ഉൾക്കൊള്ളുമ്പോൾ നമുക്കത് ദൈവശക്തി ആകുന്നു. മറിച്ച് ക്രൂശിനെ നാം നിരസിക്കുമ്പോൾ അത് നമുക്ക് ഭോഷത്വമായി മാറുന്നു. അതുകൊണ്ട് ചൊവ്വാഴ്ചത്തെ പാഠം പറയുന്നത്, രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് ക്രൂശിന്റെ വചനം എല്ലാ കാലത്തും ദൈവശക്തിയാകുന്നു എന്ന് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് ക്രൂശിക്കപ്പെട്ട ഒരു മശിഹ. 1 കൊരിന്ത്യർ 1 22-ാം വാക്യം പറയുന്നു. 1 കൊരിന്ത്യർ 1:22 പറയുന്നത്, യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു, അല്ലെ? അതുകൊണ്ട് യഹൂദന്മാർ പ്രതീക്ഷിച്ച ഒരു അടയാളമായിരുന്നില്ല ക്രൂശിക്കപ്പെട്ട മശിഹ. യഹൂദന്മാർ പ്രതീക്ഷിച്ച ഒരു അടയാളമായിരുന്നില്ല ക്രൂശിക്കപ്പെട്ട മശിഹ. അതുപോലെ പുറജാതിക്കാരായ യവനന്മാർക്ക്, ഗ്രീക്കുകാർക്ക് ആഗ്രഹിച്ച ഒരു ജ്ഞാനവുമല്ല മശിഹ. എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ടാണ് നമ്മുടെ മശിഹ ക്രൂശിക്കപ്പെട്ടത്, അല്ലെ? എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ടാണ് നമ്മുടെ മശിഹ ക്രൂശിക്കപ്പെട്ടത്. യഥാർത്ഥത്തില് 3.5 വർഷക്കാലം യേശുവിനോടൊപ്പം നടന്നതായ ശിഷ്യന്മാർക്ക് പോലും യേശുവിന്റെ ക്രൂശുമരണം അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ശിഷ്യന്മാർ വിചാരിച്ചത് ഞങ്ങളെ റോമന്റെ ആധിപത്യത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് ശിഷ്യന്മാർ പോലും കരുതി, യഹൂദന്മാർ കരുതിയതുപോലെ. അതുകൊണ്ട് എല്ലാവർക്കും അന്യവും വെറുപ്പും ഉളവാക്കുന്നതായ, അവജ്ഞയോടെ കണ്ടതായ, നിന്ദയായി കണ്ടതായ, ശാപമായി കണ്ടതായ ക്രൂശിനെ നമ്മുടെ മശിഹ വരിച്ചപ്പോൾ ഇവിടെ എല്ലാവർക്കും അത് അത്ഭുതം ഉളവാക്കി. അത് ആർക്കും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ശിഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, യവനന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, യഹൂദന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. യഹൂദന്മാർക്ക് അതൊരു ഇടർച്ചയായിട്ടാണ് അവർ കണ്ടത്. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടില് ക്രൂശിന്റെ ദൂതുമായി പൗലോസ് കടന്നു വന്നപ്പോൾ എല്ലാവർക്കും അത്
വലിയ ഭ്രാന്തായിട്ട് തോന്നി. അല്ലെ, വിശ്വാസത്തിന്റെ പ്രതീകമായി ക്രൂശിനെ പൗലോസ് ഉയർത്തി കാണിച്ചപ്പോൾ അത് ഏറ്റവും വലിയ ഭ്രാന്തായിട്ട് അന്നത്തെ ജനം, യഹൂദന്മാരും യവനന്മാരും പുറജാതിക്കാരും അതിനെ കണ്ടു. അത് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അല്ലെ, നമ്മൾ മനസ്സിലാക്കുന്നത് ക്രൂശ് സുവിശേഷമാണ്, ക്രൂശിന്റെ ദൂത് നമുക്ക് രക്ഷയുടെ സുവിശേഷമാണ്. പക്ഷെ അന്നത്തെ കാലത്ത് 1-ാം നൂറ്റാണ്ടില് ഈ ക്രൂശിന്റെ ദൂത് പൗലോസ് പ്രസംഗിച്ചപ്പോൾ അവർക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് രക്ഷയുടെ ദൂതായിട്ട് അവർക്ക് സങ്കല്പിക്കാനേ കഴിഞ്ഞില്ല. കാരണം മരത്തിന്മേൽ തൂങ്ങുന്നവൻ യഹൂദന്മാരെ സംബന്ധിച്ച് ശാപമാണ്. അല്ലെ, അപ്പൊ മരത്തിന്മേൽ തൂങ്ങിയതായ ഒരു ശാപമായ വ്യക്തി എങ്ങനെ നമ്മുടെ രക്ഷകനാകും? അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. യവനന്മാർക്കും അത് ഭോഷത്വമായി തോന്നി, യഹൂദന്മാർക്ക് അതൊരു ഇടർച്ചയായി തോന്നി. അതുകൊണ്ട് ഇതൊരു ഞെട്ടിപ്പിക്കുന്ന സന്ദേശമാണ്. പൗലോസ് ക്രൂശിന്റെ ദൂത് 1-ാം നൂറ്റാണ്ടിൽ അറിയിച്ചപ്പോൾ കൊരിന്തിലെ പട്ടണത്തിലെ ജനത്തിന് ഞെട്ടിപ്പിക്കുന്ന ഒരു ദൂതാണ്. പക്ഷേ ദൈവത്തിന്റെ വലിയ വീണ്ടെടുപ്പിൻ പദ്ധതിയാണ് പൗലോസ് ഇവിടെ ജനത്തോട് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് ക്രൂശിൽ മരിക്കുന്ന ആശയം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷെ നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ച് പാപികളായ നമ്മെ എന്ത് ചെയ്തു? പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. നമ്മുടെ വലിയ കടം വീട്ടിയ ഒരു ഇടമാണ് ക്രൂശ്. അല്ലെ, ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് നമ്മുടെ വലിയ കടം വീട്ടിയ ഇടമാണ് ക്രൂശ്. അതുകൊണ്ട് ക്രൂശിന്റെ അർത്ഥത്തെ പറ്റി പൗലോസ് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ക്രൂശിന്റെ അർത്ഥം എന്താണ് എന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തില് ഒരു വലിയ ചരിത്രം തന്നെ പൗലോസ് സാക്ഷീകരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 16 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു വലിയ ചരിത്രം, മിസ്രൈമിലായിരുന്നതായ അനുഭവം മുതൽ ദൈവം തെരഞ്ഞെടുത്തത് വരെ, അല്ലെ, മിസ്രൈമിൽ നിന്ന് അടിമകളായിരുന്നു, മോശയിലൂടെ അവർ വഴിനടത്തി 40 ആണ്ട് അവരവിടെ ആയിരുന്നു. അല്ലെ, 450 വർഷം അവർ മിസ്രൈമിലായിരുന്നു. പിന്നെ വഴി നടത്തിയ വിധങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നെ അവർക്ക് ന്യായാധിപന്മാരെ നൽകി, പിന്നെ രാജാവിനെ നൽകി, പിന്നെ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് ഈശയുടെ വംശത്തിൽ നിന്ന് ഒരു അഭിഷേകം ചെയ്ത ഈ ദാവീദിനെ അവർക്ക് രാജാവായി നൽകി. പിന്നെ അവരുടെ കുലത്തിൽ നിന്ന് കർത്താവ് ജനിക്കുന്നു. അല്ലെ, അതിനു മുമ്പ് യോഹന്നാൻ സ്നാപകൻ കർത്താവിന് വഴിയൊരുക്കുന്നു. അനേക സംഭവങ്ങൾ. പിന്നെ ആ യഹൂദന്മാർ തന്നെ യേശുവിനെ അവിടെ ക്രൂശിക്കുന്നു. പക്ഷേ ഇവിടെ വീണ്ടും അനേക ദൈവമക്കളെ വീണ്ടും വിളിച്ചിറക്കിക്കൊണ്ട് ഈ ക്രൂശിന്റെ ദൂതിനെ അവിടെ ഘോഷിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, എനിക്ക് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കുറിച്ച് അല്ലാതെ ഒന്നും എനിക്ക് പ്രസംഗിക്കുവാൻ താല്പര്യമില്ല. അല്ലെ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കുറിച്ച് അല്ലാതെ എനിക്കൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളോട് തർക്കിച്ചിട്ട് കാര്യമില്ല. അല്ലെ, എനിക്ക് നിങ്ങളോട് തർക്കിക്കാം, പക്ഷെ ആ തർക്കിച്ചതുകൊണ്ട് ഒരു ഫലവുമില്ല. നിങ്ങൾക്ക് എന്തുണ്ടാകില്ല? മാനസാന്തരം ഉണ്ടാകില്ല. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനല്ലാതെ എനിക്കൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാനുഷിക ജ്ഞാനത്തിന് മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയില്ല. മാനുഷിക ജ്ഞാനത്തിന് നമ്മെ ആരെയും രക്ഷപ്പെടുത്തുവാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു യഹൂദന്മാർക്കും യവനന്മാർക്കും ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു അടയാളം ആയിരുന്നില്ല. അവർ പ്രതീക്ഷിച്ച അടയാളമായിരുന്നില്ല ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. അതുകൊണ്ട് ഈ വസ്തുത നമ്മോട് വിളിച്ചു പറയുന്നത്, നാം പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കും. അല്ലെ, ഒരു വലിയ ദൂത് അവിടെ പറയുകയാണ്, നാം പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കും. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്നില്ല. അല്ലെ, ഇവിടെ യഹൂദന്മാരെ സംബന്ധിച്ച് യവനന്മാരെ സംബന്ധിച്ച് ക്രൂശിക്കപ്പെട്ട മശിഹയെ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ ദൈവം ഒരിക്കലും മരത്തിന്മേൽ തൂങ്ങില്ല. ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ രക്ഷിക്കപ്പെടുന്ന ദൈവം, ഞങ്ങളെ രക്ഷിക്കാൻ വരുന്ന മശിഹ ഒരിക്കലും മരത്തിൽ തൂങ്ങി ശാപമായി മാറില്ല. ശാപമായ വ്യക്തിക്ക് ഒരിക്കലും ഞങ്ങളെ രക്ഷിക്കുവാനും കഴിയില്ല എന്ന് യഹൂദന്മാർ കരുതി. അവരുടെ പ്രതീക്ഷ അതായിരുന്നില്ല. അതുകൊണ്ട് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുമ്പോൾ ഇവിടെ അത് ഉൾക്കൊള്ളുന്നവർക്ക് ദൈവശക്തിയാകുന്നു എന്ന് ബുധനാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ്, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവും. ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവും. ഇവിടെ ആമുഖത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ ജ്ഞാനവും മനുഷ്യന്റെ ജ്ഞാനവും വ്യത്യസ്തമാണ്. അല്ലെ, ദൈവത്തിന്റെ ജ്ഞാനവും മനുഷ്യന്റെ ജ്ഞാനവും വ്യത്യാസമാണ്. പൗലോസ് ജ്ഞാനത്തെ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. മറിച്ച് ദൈവത്തിനെതിരെ മത്സരിക്കുന്ന ജ്ഞാനത്തെയാണ് പൗലോസ് ഭോഷത്വം എന്ന് പറയുന്നത്.
ഒരിക്കലും നമുക്ക് ജ്ഞാനം വേണ്ടെന്നല്ല, ജ്ഞാനത്തെ ഒരിക്കലും പൗലോസ് തള്ളിക്കളയുന്നില്ല. മറിച്ച് ദൈവത്തിനെതിരെ മത്സരിക്കുന്ന ഒരു ജ്ഞാനമുണ്ട്. ആ മാനുഷിക ജ്ഞാനത്തെയാണ് പൗലോസ് പോഷത്വമായി പറയുന്നത്. കാരണം മാനുഷിക ജ്ഞാനത്തിന് നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയില്ല, അല്ലെ? മാനുഷിക ജ്ഞാനത്തിന് നമ്മെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാണ്. നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാണ്. ഇവിടെ 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിലെ 18-ാം വാക്യം പറയുന്നത് ക്രിസ്തുവിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. അതിൽ 24-ാം വാക്യം പറയുന്നത് 1 കൊരിന്ത്യർ 1:24 പറയുന്നത് യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് പോഷത്വവും എങ്കിലും, അല്ലെ? യഹൂദന്മാർക്ക് ഇടർച്ചയായിരിക്കാം, ജാതികൾക്ക് പോഷത്വമായിരിക്കാം, പക്ഷേ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ, അല്ലെ? യഹൂദന്മാർക്ക് ഇടർച്ചയായിരിക്കും, ജാതികൾക്ക് അതൊരു പോഷത്വമായിരിക്കും, പക്ഷെ വിളിക്കപ്പെട്ട ദൈവമക്കൾക്ക് അത് ദൈവജ്ഞാനവും ദൈവശക്തിയും ആകുന്നു. അതുകൊണ്ട് ക്രിസ്തു നമ്മുടെ ദൈവിക ജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയും ആകുന്നു, അല്ലെ? അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്ന നമുക്ക് ക്രൂശിന്റെ വചനം ദൈവത്തിന്റെ ശക്തിയാകുന്നു. ഇനി വിളിക്കപ്പെട്ട ദൈവമക്കൾക്ക് ക്രൂശിന്റെ വചനം ദൈവത്തിന്റെ ശക്തി ആകുന്നു. അതുകൊണ്ട് ക്രൂശ് ദൈവത്തിന്റെ ശക്തിയാണ്. പാപങ്ങളിൽ നിന്ന് അതിനെ രക്ഷിക്കുവാൻ കഴിയും, അല്ലെ? മാനുഷിക ജ്ഞാനത്തിന് ഒരിക്കലും നമ്മെ രക്ഷിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് വിളിക്കപ്പെട്ട ദൈവമക്കളെ ക്രൂശിന്റെ വചനം എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു. അത് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ നിരപ്പിക്കുന്ന ഒരു ഉപകരണമാണ്, അല്ലെ? താഴ്മയുടെ പരമോന്നത പ്രതീകമാണ്. നമ്മുടെ വലിയ കടം വീട്ടിയ ഒരിടമാണ് ക്രൂശ്. അതുകൊണ്ട് വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി എന്താകുന്നു? ദൈവശക്തി ആകുന്നു. അതുകൊണ്ട് ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തി മാത്രമല്ല, വ്യാഴാഴ്ച പഠിക്കുന്നത് അത് ജ്ഞാനവുമാണ്. ക്രൂശിന്റെ വചനം ദൈവത്തിന്റെ ശക്തി മാത്രമല്ല, അത് തെളിയിക്കുന്നത് അത് ജ്ഞാനവുമാണ്, അല്ലെ? പാപത്തിന്റെ പ്രശ്നത്തെ നേരിടുവാൻ ക്രൂശിന് മാത്രമേ കഴിയൂ, അല്ലെ? ജനത്തെ അറിയാത്തവർക്ക്, ദൈവത്തെ അറിയാത്തവർക്ക് ലോകത്തിന്റെ ജ്ഞാനം ആണ് അവർക്ക് ഏറ്റവും വലിയ സമ്പത്ത്. പക്ഷെ ദൈവത്തെ അറിയുന്നവർക്ക് അറിയാം ദൈവിക ജ്ഞാനമാണ് ആവശ്യം, അല്ലെ? നമ്മൾ എപ്പോഴും പറയും ജ്ഞാനത്തിന്റെ ആരംഭം, അല്ലെ? യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അല്ലെ? ലോക ജ്ഞാനത്തിന് നമ്മെ രക്ഷിക്കുവാൻ കഴിയില്ല. നമ്മുടെ പാപത്തെ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ ലോക ജ്ഞാനത്തിന് കഴിയില്ല. ദൈവത്തിന്റെ ജ്ഞാനത്തിന് നമ്മെ എന്ത് ചെയ്യാൻ കഴിയും? നമ്മെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ കഴിയും. അതുകൊണ്ട് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തില് 24 മുതൽ 29 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ ചിലടത്ത് പോഷത്വം എന്ന് പറയുന്നുണ്ട്, ദുർബലത എന്ന് പറയുന്നുണ്ട്, ശക്തി എന്ന് പറയുന്നുണ്ട്, ജ്ഞാനി എന്ന് പറയുന്നുണ്ട്, പല വാക്യങ്ങൾ അവിടെ ഉച്ചരിക്കുന്നുണ്ട്, അല്ലെ? പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കി തരുന്നത് മനുഷ്യന്റെ ജ്ഞാനം എപ്പോഴും എന്താണ്? പോഷത്വമാണ്. മനുഷ്യന്റെ ജ്ഞാനം പോഷത്വമാണ്, അല്ലെ? ദൈവത്തിന്റെ പോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. 1 കൊരിന്ത്യർ 1:25 പറഞ്ഞൊരു വചനമാണ്. 1 കൊരിന്ത്യർ 1:25 ദൈവത്തിന്റെ പോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു, അല്ലെ? ആ വാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം ബലഹീനനാണെന്നും ദൈവം പോഷത്വമാണ് എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെ? ദൈവം ബലഹീനനാണെന്നും ദൈവം പോഷത്വമാണെന്നും അല്ല അവിടെ ചിന്തിക്കുന്നത്. മറിച്ച് ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവും മനുഷ്യരെക്കാൾ എത്രയോ മികച്ചതാണെന്നാണ് ഈ പദപ്രയോഗം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെ? അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയും നമ്മെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു, അല്ലെ? ഒരിക്കലും മാനുഷിക ജ്ഞാനത്തിന് നമ്മെ രക്ഷിക്കുവാൻ കഴിയില്ല, അല്ലെ? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ക്രിസ്തുവിന് നമ്മെ രക്ഷിക്കുവാൻ കഴിയും, അല്ലെ? മത്തായി 1:21 പറയുന്നു അവളൊരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം, അല്ലെ? വീണ്ടും യോഹന്നാൻ 1:12 പറയുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവും ക്രിസ്തുവിന് മാത്രമേ നൽകുവാൻ കഴിയൂ എന്ന് ഇന്നത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. മാനുഷിക ജ്ഞാനത്തിന് നമ്മെ രക്ഷിക്കുവാൻ കഴിയില്ല, അല്ലെ? ഇവിടെ പറയുന്നത് ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം എന്ത് ചെയ്തു? ലോകത്തിൽ പോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായത് തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിപ്പാൻ, മാനുഷിക ജ്ഞാനം കൊണ്ട് ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിപ്പാനാണ് ദൈവം ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ട് അവൻ നമുക്ക്
ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അല്ലെ? നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ആരായി മാറി? ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക്, ക്രൂശിനെ വിശ്വസിക്കുന്നവർക്ക്, ക്രൂശിന്റെ വചനത്തെ ഉൾക്കൊള്ളുന്നവർക്ക് അതെന്തായി മാറുന്നു? ജ്ഞാനമായും നീതിയായും ശുദ്ധീകരണമായും. അല്ലെ? ജസ്റ്റിഫിക്കേഷൻ, സാന്റിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ. ആ ശുദ്ധീകരണത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്ന് ആക്കുന്നു എന്ന് വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വെള്ളിയാഴ്ചത്തെ ഭാഗത്ത് എലൻ ജി വൈറ്റ് യുഗങ്ങളുടെ പ്രത്യാശയില് പേജ് 741 മുതൽ 757 ഭാഗങ്ങളില് ഇന്ന് ജീവിക്കുന്ന അനേക മനസ്സിന് കാൽവരിയിലെ ക്രൂശ് എന്ന് പറയുന്നത് വിശുദ്ധ ഓർമ്മകളാൽ ഓർമ്മിക്കപ്പെടുന്ന ഒന്നാണ്. കാൽവരിയിലെ ക്രൂശിന്റെ അനുഭവം നമുക്ക് പല രംഗങ്ങള് നമ്മുടെ മനസ്സിലപ്പോൾ ഓർമ്മ വരും. പക്ഷെ പൗലോസിന്റെ കാലത്ത് ക്രൂശ് എന്ന് പറയുന്നത് വെറുപ്പിന്റെയും ഭീതിയുടെയും വികാരങ്ങള് ഉളവാക്കുന്ന ഒന്നാണ് ക്രൂശ്. അല്ലെ? ക്രൂശിൽ തൂങ്ങുന്ന മനുഷ്യനെ യഹൂദന്മാര് ശാപമായിട്ട് എണ്ണി. റോമക്കാര് വളരെ അവജ്ഞയോടെ അതിനെ കണ്ടു. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച കാലത്ത്, പൗലോസിന്റെ കാലത്ത്, ക്രൂശ് വെറുപ്പിന്റെയും ഭയത്തിന്റെയും വികാരങ്ങൾ അടങ്ങിയ ഒന്നായിരുന്നു. മറിച്ച് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ക്രൂശിന്റെ അടയാളം നമുക്ക് വലിയ വിശുദ്ധ ബന്ധമായിട്ട് നമുക്ക് തോന്നാം. അതുകൊണ്ട് കൊരിന്തിലെ ഈ വലിയ പട്ടണത്തിൽ വന്ന് യഹൂദന്മാരോടും യവനന്മാരോടും തന്റെ ദൂത് പ്രസംഗിച്ചപ്പോൾ പൗലോസിന് വ്യക്തമായിട്ട് അറിയാം, ഞാൻ പറയുന്ന ഈ ക്രൂശിന്റെ ദൂത് അവർക്കൊരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയുന്നതല്ല എന്ന് പൗലോസിന് വ്യക്തമായി അറിയാം. എങ്കിലും അവരെ സംബന്ധിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന വചനം പോഷത്വമെന്ന് അവരെണ്ണിയാൽ പോലും എന്നെ ദൈവം തിരഞ്ഞെടുത്തതാണ്, ദൈവഹിതത്താൽ എന്നെ വിളിച്ചതാണ്. അപ്പോസ്തലനായി 12 ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തതുപോലെ എന്നെയും ദമസ്കസിൽ വെച്ച് തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് പോഷത്വമെന്ന് എണ്ണിയാലും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാകുന്നു. അതുകൊണ്ട് പൗലോസ് ധൈര്യത്തോടുകൂടി 1.5 വർഷക്കാലം കൊരിന്ത് എന്ന വലിയ മനോഹരമായ ജ്ഞാനികളുടെ, വിദ്യാസമ്പന്നരുടെയും സമ്പന്നന്മാരുടെയും പട്ടണത്തില് തന്റെ ദൂത് അറിയിച്ചു. ക്രിസ്പോസിനെ പോലെയുള്ള അനേക VIP ഈ ദൂത് സ്വീകരിക്കുകയും പൗലോസിന്റെ ആ സുവിശേഷ വേലയിൽ അവർ പങ്കാളികളാകുകയും ചെയ്തു. അക്വിലാസും പ്രിസ്കില്ലയും കുടുംബമൊക്കെയും പൗലോസിനെ സ്നേഹിക്കുകയും ഒരു വലിയ രൂപാന്തരവും മാറ്റവും കൊരിന്ത് പട്ടണത്തില് നേടുവാൻ പൗലോസിന് കഴിഞ്ഞു എന്ന് പറയുന്നു. പൗലോസിന്റെ സാക്ഷ്യം മനോഹരമാണ്. ദമസ്കസിൽ വെച്ച് എനിക്കുണ്ടായ ഹൃദയമാറ്റം. ഞാൻ അതുവരെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നവനായിരുന്നു. അവിടെ വെച്ച് കർത്താവ് എന്നെ പിടിച്ചു. അതുകൊണ്ട് അന്ന് മുതൽ ഞാൻ അനേകരെ നേടുന്ന, ആത്മാക്കളെ നേടുന്നവനായി മാറി. അല്ലെ? ഇവിടെ 1 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാം വാക്യം പറയുന്നത്, 1 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാം വാക്യം പറയുന്നത്, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. അല്ലെ? മറിച്ച് താഴ്മപ്പെടുന്നവർക്ക്, അല്ലെ, എളിമപ്പെടുന്നവർക്ക് ക്രൂശിന്റെ വചനം രക്ഷയുടെ ദൂതാകുന്നു. അതുകൊണ്ട് അതിനെ വഴങ്ങുകയാണെങ്കിൽ, ക്രൂശിന്റെ വചനത്തിൽ വഴങ്ങുകയാണെങ്കിൽ നമ്മുടെ എല്ലാവർക്കും എന്തുണ്ടാകും? വലിയ ഹൃദയമാറ്റം ഉണ്ടാകും. അല്ലെ? അതുകൊണ്ട് ഇന്നത്തെ പാഠം പറയുന്നു, മനപ്പാഠവാക്യത്തിൽ നമ്മൾ പഠിച്ചതുപോലെ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, അല്ലെ? പൗലോസ് പറയുന്നു 2 തീമോഥെയോസ് 3:15 പറയുന്നത്, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിന് നിലനിൽക്കുക. തന്റെ ശിഷ്യനായ തീമോഥെയോസിനോട് പറയുകയാണ്, പൗലോസ് പറയാണ്, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ എന്ത് ചെയ്യുക? നിലനിൽക്കുക. അതുകൊണ്ട് 1 കൊരിന്ത്യർ 2:2 പറഞ്ഞതുപോലെ ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കേന്ദ്ര വിഷയം, അല്ലെ, എനിക്ക് പറയുവാനുള്ള ദൂത് ക്രൂശിന്റെ വചനം മാത്രമാണ്. എനിക്ക് വാക്ചാതുര്യത്തോടെ നിങ്ങളുടെ ഇടയിൽ സംസാരിക്കാൻ അറിയാം, പക്ഷെ വാക്ചാതുര്യത്തോടെ സംസാരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ എനിക്കൊന്നും പറയുവാൻ ഇല്ല. ഈ മനോഹരമായ പാഠം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ ക്രൂശ് സുവിശേഷത്തിന്റെ ദൂതാണ്, നമ്മുടെ രക്ഷയുടെ ദൂതാണ്. അതിനായി നമ്മുടെ ഏറ്റവും വലിയ കടം വീട്ടിയ ഇടമായ ക്രൂശിനെ കുറിച്ച് ദിനംതോറും ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ താഴ്മപ്പെടുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഈ പാഠഭാഗത്ത് വിരമിക്കുന്ന ദൈവം നമ്മെല്ലാവരെയും
ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗത്തിലെ പിതാവേ, തിരുനാമത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ പാഠങ്ങൾ പഠിക്കുവാൻ സ്വർഗം ഞങ്ങൾക്ക് നൽകിയ വലിയ ഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു പിതാവേ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്കോ അത് ദൈവശക്തിയും ആകുന്നു എന്ന് ഞങ്ങളെ പഠിപ്പിച്ച കൃപകൾക്കായി സ്തോത്രം. ക്രൂശ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് രക്ഷയുടെ സുവിശേഷത്തിന്റെ ദൂതാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച കൃപകൾക്കായി സ്തോത്രം. കർത്താവ് അതിനെ ഉൾക്കൊള്ളുവാനും അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ വിനയപ്പെട്ടുകൊണ്ട് മാനുഷിക ജ്ഞാനത്തെക്കാൾ ദൈവം നൽകുന്ന ജ്ഞാനമാണ് നമ്മുടെ രക്ഷയുടെ ദൂതെന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ച കൃപകൾക്കായി സ്തോത്രം. ഈ പാഠം ശ്രദ്ധിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അത് അനേകർക്ക് രൂപാന്തരമാകുവാൻ സഹായിക്കണമേ. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പഠിക്കുന്ന പാഠങ്ങളൊക്കെയും അനേകർക്ക് സാക്ഷ്യവും വെളിച്ചവുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഉപരിയായി അങ്ങ് മേഘാരനെ കടന്നു വരുമ്പോൾ ഞങ്ങളുമായി രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ കാണപ്പെടുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മ ഞങ്ങളെ സഹായിച്ചൊരുക്കണമെന്ന് യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. എളിയാചന കേൾക്കണം പരിശുദ്ധനായ നല്ല പിതാവേ. ആമേൻ.